എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ പ്രധാനമായും ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ്. ശ്രീ രാഹുൽ ഗാന്ധി, താങ്കൾ എന്താ ചെയ്യുന്നത് താങ്കൾക്ക് ഇപ്പോൾ അറിയാത്തൊരു ലെവലായി കഴിഞ്ഞു. നിങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതെങ്ങനെ തുടങ്ങി, അതിൻ്റെ സാരഥികൾ ആരായിരുന്നു, എത്ര പേർ അതിനോട് ജീവത്യാഗം ചെയ്തു, എത്ര പേർ എന്തൊക്കെ ബുദ്ധിമുട്ടി അനുഭവിച്ചു. അതിനുശേഷമാണ് സ്വതന്ത്രമായി പല പ്രധാനമന്ത്രിമാരും ഇന്ത്യയെ ഭരിച്ചു. അതിലൊരു പ്രധാനമന്ത്രി, 2 പേർ നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഒരു ഗ്രാൻഡ് മദറുമായിരുന്നു. പക്ഷേ ആ അഡ്വാൻറ്റേജ് നിങ്ങൾ ഇപ്പോഴും വച്ച് പുലർത്തുന്നത് ഒട്ടും ശരിയല്ല. അധ്വാനിക്കണം. അവരൊക്കെ ചെയ്തതിൻ്റെ ഒരു 10% ക്രിയാത്മകമായ ഒരു പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കണം. ഇല്ലാതെ ഇന്നലെ കണ്ട എവിടെയെങ്കിലും വെള്ള ഉടുപ്പും കുപ്പായിട്ട് കഴിഞ്ഞ് ഏതെങ്കിലും അടുക്കളപ്പണിയും ചുമ്മാ നുണ പറച്ചിലും അതും ഇതും ഇല്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ഏതെങ്കിലും നേതാക്കന്മാർ വെള്ള വസ്ത്രം കതർ വേഷം ഇട്ട് വന്നു കഴിഞ്ഞാൽ അവർ കേട്ട് ഭരിക്കുന്നതല്ല, അത് കേട്ട് പ്രവർത്തിക്കുന്നതല്ല കോൺഗ്രസ്. നിങ്ങൾ ആകെപ്പാടെ കോൺഗ്രസിനെ ടാർണിഷ് ചെയ്യാണ്. നിങ്ങൾ കോൺഗ്രസ്സിലേക്ക് വരുന്ന ആരും നിങ്ങളെക്കാളും ഉപരി വിദ്യാഭ്യാസമുണ്ടോ, ആർക്ക് നിങ്ങളെക്കാളും കഴിവുണ്ടോ അവരെ ഇടിച്ച് താഴ്ത്തുക. ഇറ്റ് ഈസ് വെരി ബാഡ്. നിങ്ങൾ ആ ഏജൊന്നും ആയില്ല. വളരെ ഒരു ചെറിയ ഒരു പ്രായം കുറഞ്ഞ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്ക് യഥാർത്ഥം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ പവർ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളിങ്ങനെ കുറച്ചിങ്ങനെ ഈ കോമാളി വേഷവും കെട്ടി പലതും എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം നടത്തിയാൽ ശരിയല്ല. നിങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇനിയെങ്കിലും അതിൻ്റെ പക്വത കാണിക്കുക. എന്താണ് നിങ്ങൾക്കും തരൂരിനുള്ള കുഴപ്പം? തരൂരിന് എന്താണ് കുഴപ്പം? ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. ലോകം മൊത്തം സാമ്പത്തിക പ്രോബ്ലത്തിൽ പെട്ടപ്പോൾ ഇന്ത്യയെ ആരുടെ മുന്നിലും തലകുനിക്കാതെ മുന്നിൽ നിയന്ത്രിച്ച് നിർത്തിയ ഒരു വലിയ പ്രതിഭാശാലിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം സെലക്ട് ചെയ്തതാണ് ശ്രീ ശശി തരൂർ. ശ്രീ ശശി തരൂരിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹമാണ്. അല്ലെ ശശി തരൂർ എന്നെ എടുക്കണേ, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് ശശി തരൂർ വന്നില്ല. വരേണ്ട കാര്യം ശശി തരൂരില്ല. ബുദ്ധിമാനാണ്, കഴിവുള്ളവനാണ്, വിദ്യാഭ്യാസമാണ്. അത് കണ്ട് പഠിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹമാണ് തരൂരിനെ കോൺഗ്രസ്സിലെത്തിച്ചത്. നിങ്ങൾ ഇന്നും ഇന്നലെ അറിയില്ല. ഇപ്പോഴും നിങ്ങളുടെ ചില പ്രസ്താവനകൾക്കും വളരെ ബാലിശയമാണ്. ദയവ് ചെയ്ത് ഇതൊക്കെ മാറ്റിവെക്കുക. കോൺഗ്രസ്സിനെ നിങ്ങൾ ശക്തിപ്പെടുത്താനാണ് വേണ്ട. നിങ്ങൾ കോൺഗ്രസ്സിനെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനം കോൺഗ്രസ് എന്നുള്ള ശക്തി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് അടുക്കളയിൽ വന്ന് കുശലം പറയുന്നവരുടെ പാർട്ടിയല്ല. ഇവൻ്റെ കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. സോ ശശി തരൂർ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് ഭിക്ഷയാചിക്കേണ്ട കാര്യമൊന്നുമില്ല. ശശി തരൂരിനെ മനസ്സിലാക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ലാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗതികേടായിപ്പോയത്. കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തിനോടൊപ്പം എത്തപ്പെടാൻ സാധിച്ചില്ല. ഏത് കഴിവുള്ളവനായിരുന്നാലും എന്ത് പൊസിഷനുള്ള അവരെ നമ്മൾ ആദരിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. അതാണ് മനുഷ്യത്വം എന്നാണ്, അതാണ് ആണത്വം എന്ന് പറയുന്നത്, അതാണ് ഒരു ഒരു രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകം. എത്ര ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കരുത്. വെറും സാധാരണ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ കണക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വെറും ബാലിശമാണ്. നിങ്ങൾക്കത് പക്വത ആകണം. യു നീഡ് എ ലോട്ട് ഓഫ് ടൈം ടു ലേൺ വാട്ട് ഈസ് politics. You learn so many things. I think you had some little bit qualification, but use it for that one. Use your brain. This is not the right way. You are tarnishing. Always you tarnish the people who is above you, who is having. I am not telling who is who. You know very well to whom you are tarnished, to whom you are targeting is too bad. You doesn't know what is his capacity. The people working in the name of the Congress, he are allowing to giving the chances to leave the Congress and join with somewhere else, especially with the opposition group. What is this? That means you are cheating the party. Don't cheat the party. At least remember your great grandfather, remember your grandfather, remember your father. Why you are working against their policy? They worked very hard. They spent their time.
They sacrificed their life for your father sacrificed their life. Your grandmother sacrificed their life. What are you sacrificing? You are keeping away the person who is coming with efficiency, who is coming with a sincere hand. You are planning to send them out. Don't do it. If you are doing the same things, very shortly the people send you out from the party. So please careful. Take care. Okay, problems everyone, mistakes will happen for everyone. Don't repeat the things. I am also a congressman. I am bigger than you. I am 82 years of the I born before the independence of the world, independence of India. But I know from the beginning to still this time who is who. We know very well. And you were just sitting somewhere else, you try to talk anything. It's all baseless talks you are doing. And giving hammer to the opposition party to beat the Congress party. Why you do like this? You are a leader. If you want to become a leader, you have to learn quite a lot. Why somebody Shri Narendra Modi asking, telling you Pappu? Why? Because of your talks. When you talk Chaukidar, that also because immaturity. So don't do it. Don't fool the people. Indians are not so fools. So please, I'm telling you, change your mind. Be a man. Be a congressman. Be an opposition party of the country. The people respect you. You have still time. Please correct it. That is my request. Thank you. We'll meet again. I am Gilbert Karnodi. We'll meet you again with another video.